വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വീക്കെൻഡായി തുടങ്ങി വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ തിരുപ്പതി വരെ പോയി ഭഗവാനെ ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. പെട്ടെന്ന് പോയ ഭഗവാനെ കാണാൻ പറ്റുമോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഞാനും ആദ്യം ഒന്ന് ചിന്തിച്ചായിരുന്നു, പിന്നെ വിചാരിച്ചു അങ്ങനെ പോയാലും പെട്ടെന്ന് പോയാലും കാണാൻ പറ്റുമോ എന്നൊന്ന് അറിയണമല്ലോ. ഇനി ഭഗവാൻ വിളിക്കാതെ നമുക്കവിടെ എത്താനും പറ്റില്ല, അങ്ങനെയും പറയുന്നുണ്ട് ആൾക്കാർ. എന്നാൽ പിന്നെ ഒന്ന് പോയാലോ? അതെ, അങ്ങനെ പോയി കണ്ടിറങ്ങിയ ആ വിശേഷം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ് ഇത്. എങ്ങനെ ക്യൂ ഇല്ലാതെ തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയെ ദർശനം നടത്താം, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. തിരുപ്പതി മല എന്ന് പറയുന്നത് ഭക്തർ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ്. അതിൻ്റെ ശരിയായ പേര് തിരുമല, വെങ്കടാദ്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ സ്ഥാനം വരുന്നത് ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ജില്ലയിലാണ്. കടൽ നിരപ്പിൽ നിന്നും 3200 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. 7 മലകൾ കൂടിയ ഒരു സ്ഥലമാണ് അത്. സപ്തഗിരി എന്നാണ് അറിയപ്പെടുന്നത്. ആ 7 മലകൾ എന്ന് പറയുന്നത് 7 തലകൾ, ആദിശേഷൻ്റെ 7 തലകളാണെന്നും പറയപ്പെടുന്നുണ്ട്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, വൃഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി. ഇവിടെയാണ്, ഈ വെങ്കടാദ്രി എന്ന് പറയുന്ന സ്ഥലത്താണ് വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രം നിലകൊള്ളുന്നത്. അതായത് തിരുമല എന്ന് പറയുന്നത്. നമ്മുടെ തിരുമല ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ പാദയാത്രാ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. രണ്ട് മാർഗം വഴിയാണ് നമുക്ക് മലയിലെത്താൻ പറ്റുക. ഒന്ന് പദയാത്ര, അതായത് കാൽനടയായിട്ട്. കാൽനടയായിട്ട് തന്നെ 2 വഴികളുണ്ട്. ഒന്ന് അലിപ്പിരിമേട്ടും ഉണ്ട്, ഒന്ന് ശ്രീവാരിമേട്ടും ഉണ്ട്. ഇനി അലിപ്പിരിമേട്ടിലെ കൂടിയാണെങ്കിൽ അത് 9 കിലോമീറ്റർ ഉണ്ട്. 3550 പടികളാണ് ഉള്ളത്. ഇനി രണ്ടാമത് വന്നിട്ട് ശ്രീവാരിമേട്ട്, അത് 2 കിലോമീറ്റർ ആണുള്ളത്. അത് 2388 പടികളാണുള്ളത്. അങ്ങനെ നടന്ന് തന്നെ നമുക്ക് 2 വഴിയിലൂടെ നമുക്ക് മേളിൽ എത്താൻ പറ്റും. ഇനി അടുത്തത് വന്നിട്ട് റോഡ് വഴി ഉള്ളതാണ്. അവിടെ 24 മണിക്കൂറും ബസ്സുകൾ തിരുമല ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ് തന്നെ ഉണ്ട്. പിന്നെ ടാക്സി സർവീസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വണ്ടിയിലും പോകാൻ പറ്റും. ബട്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ പൊതുവേ പറയുകയാണെങ്കിൽ 4 രീതിക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പിന്നെ വന്നിട്ട് ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു 3 മണിക്ക് ആവാറായപ്പോഴാണ് ഇറങ്ങിയത്. ആ സമയത്ത് ഇറങ്ങി ഇവിടെ ഇപ്പം സന്ധ്യ ആവാറായി. തിരുപ്പതി എത്താറായിട്ടുണ്ട്. ഇനി ഒരു 10-20 കിലോമീറ്റർ കഷ്ടിയേ കാണുള്ളൂ. താഴത്തെ ആ ഫ്ലാറ്റുകളും തിരുപ്പതി അടുക്കാറാകുമ്പോഴത്തേനും ഒത്തിരി ഫ്ലാറ്റുകളെല്ലാം കൺസ്ട്രക്ഷൻ ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാം തന്നെ. ആ ടൗൺഷിപ്പ് ആക്ച്വലി അവർ ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അതെല്ലാം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പിന്നെ കുറേ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻസും ഇതും റോഡ് കൺസ്ട്രക്ഷൻസും ഒക്കെ ആയിട്ട് റോഡ് ആക്ച്വലി ബിസിയാണ്. പക്ഷേ അങ്ങനെ കുഴികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക്
വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെ തന്നെ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാടിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇവരുടെ റോഡും എല്ലാം തന്നെ ഒത്തിരി ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് വന്നിട്ട് ലൈക്ക് ഈ ഇപ്പോൾ കാണുന്ന തിരുപ്പതി ഇല്ലെങ്കിൽ തിരുമല ഇതെല്ലാം തന്നെ അമ്പലത്തിൻ്റെ ആ TTD ദേവസ്വം അവർ തന്നെയാണ് ആ തിരുപ്പതിയെ അങ്ങനെ ഒരു ടൗൺഷിപ്പായി അവർ മാറ്റിയതാണ്. എല്ലാ കാര്യങ്ങളിലും അവർ അത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാ ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം തന്നെ ദേവസ്വം തന്നെയാണ്. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ ഫ്ലൈ ഓവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തിരുപ്പതിയാണ്. ടെമ്പിൾ സിറ്റി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ മനോഹരമായ ഒരു ടൗണാണ്. എവിടെ നോക്കിയാലും ഈ എംബ്ലവും അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ആ ടൗൺ മുഴുവനും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ടൗണിൻ്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ അവർ ഫ്ലൈ ഓവറും പണിതിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ടൗണിലേക്ക് കയറണമെങ്കിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് താഴെ ആക്സസ് ചെയ്യാം. മേളിലോട്ട് കയറേണ്ട ആവശ്യമില്ല. ഇനി മേളിൽ ഇപ്പോൾ ഭക്തരാണ്, ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന മനുഷ്യർക്കാണെങ്കിൽ ആ ഫ്ലൈ ഓവറിൽ നേരെ കയറിയാൽ മതി. നമുക്ക് താഴത്തെ ആ ട്രാഫിക്കിൽ കിടക്കേണ്ട ഒരു ആവശ്യമില്ല. സിഗ്നലിലോ ഒന്നും നമുക്ക് അവിടെ കയറേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് അലിപ്പിരിയിലോട്ട് ഇല്ലെങ്കിൽ ആ ഗേറ്റിലേക്ക് തിരുപ്പതി ഗേറ്റിൽ അവിടെയാണ് എത്തുന്നത്. ഈ ഫ്ലൈ ഓവർ ചെന്നൊക്കെ ഇറങ്ങുന്നതും അങ്ങോട്ട് തന്നെയാണ്. അതും പിന്നെ നമ്മളിപ്പം ടൗണിലാണ് റൂം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഒന്നെങ്കിൽ മേളിൽ സ്റ്റേ എടുക്കാം. അവിടെയും പ്രൈവറ്റും ഉണ്ട്. ലൈക്ക് കൂടുതലും അവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അല്ല നല്ല കുറച്ച് കംഫർട്ടബിളായ നല്ല ഫെസിലിറ്റീസുള്ള ഹോട്ടൽസാണ് വേണ്ടതെങ്കിൽ അത് കൂടുതലും വരുന്നത് താഴത്താണ് കേട്ടോ. തിരുപ്പതിയിലാണ് അതുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് റൂം ബുക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് പോവുക. ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ ഭാഗ്യശീതല ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ ഭാഗ്യശീതല ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ ഭാഗ്യശീതല ശ്രീനിവാസ ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ ഭാഗ്യശീതല. അതെ, ഈ മഴ പെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മഴയത്ത് മേലിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് റിവേഴ്സ് പോയിട്ട് ആ അലിപ്പിരിയിൽ കൂടെ കയറി അവിടുത്തെ ആ ഗോശാലയിൽ കുറച്ച് ആ പശുക്കളെയൊക്കെ ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് മേലിലോട്ട് കയറാമെന്ന് വെച്ചു. പിന്നെ അതാണ് ഈ റിവേഴ്സ് വീഡിയോയുടെ ഒരു കുട്ടൻസ് കേട്ടോ, രസം. നേരെ ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാനന്ന് ഒരു ട്വിസ്റ്റിനിരിക്കട്ടെ, എഡിറ്റിംഗ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ എഡിറ്റിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആ മഴയൊക്കെ അങ്ങ് കുറഞ്ഞു. മഴയൊക്കെ കുറഞ്ഞിട്ട് ആ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ആ മഞ്ഞൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ആ മഞ്ഞ്
അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ മഞ്ഞും ആ കോടമഞ്ഞ് ആ മലയുടെ മേളിൽ കാണുന്നില്ലേ, അത് എന്ത് രസമാണെന്നറിയോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്നാൽ പിന്നെ കയറിയേക്കാം എന്ന് വച്ചിട്ട് പിന്നെ കയറുക കേട്ടോ. ചെറുതായിട്ട് വലിയ മഴയൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെയൊക്കെ നിന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ആ മഞ്ഞൊക്കെ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ അല്ല, ഞാൻ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് പിന്നെ കയറിയത്. തിരുപ്പതി എന്നത് ലോകപ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമല മലകളെയാണ് പൊതുവെ വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും പുരാണങ്ങളും ഉണ്ട്. അവയിൽ പ്രധാനം പറയപ്പെടുന്നത് വെങ്കടേശ്വരൻ്റെ അവതാര കഥയാണ്. വൈകുണ്ഠത്തിൽ ശ്രീ മഹാവിഷ്ണു ലക്ഷ്മിയോടൊപ്പം വാസം ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഒരിക്കൽ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനാൽ ലക്ഷ്മി ദേവി ഭൂലോകത്തേക്ക് വരികയും വിഷ്ണു അവളെ അന്വേഷിച്ചു ഭൂലോകത്ത് ഇറങ്ങുകയും ചെയ്തു. വിഷ്ണു തിരുമല മലയിൽ ശ്രീനിവാസൻ എന്ന പേരിൽ വന്നു. അവിടെ മഹാദേവിയുടെ അവതാരമായ പത്മാവതി ദേവിയെ കണ്ടു വിവാഹം ചെയ്തു. പത്മാവതി ദേവിയുമായുള്ള ശ്രീനിവാസന്റെ വിവാഹ ചടങ്ങിനായി വലിയൊരു ചെലവ് വന്നതായി പുരാണങ്ങൾ പറയുന്നു. ആ ചെലവിനായി ശ്രീനിവാസൻ കുബേരനിൽ നിന്നും കടം വാങ്ങി. അന്നു മുതൽ ഭക്തർ ചെയ്യുന്ന ഹണ്ടിക്കൊടുപ്പുകൾ ആ കടം തീർക്കാനാണെന്നും വിശ്വാസം. കാലക്രമത്തിൽ ശ്രീനിവാസൻ തന്നെ ശ്രീ വെങ്കടേശ്വരൻ എന്നായി ആരാധിക്കപ്പെടാൻ തുടങ്ങി. ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ ക്ഷേത്രമായി തിരുമല തിരുപ്പതി ക്ഷേത്രം നിലകൊള്ളുന്നു. ഇനി പുരാണങ്ങളിൽ പറയുന്നത് അനന്തകാലത്തിന് മുമ്പ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വൈകുണ്ഠത്തിൽ പാർത്തു വരികയായിരുന്നു. ഒരിക്കൽ മഹർഷിമാർ എല്ലാവരും ഭഗവാൻ ആരെയാണ് ഏറ്റവും മഹത്തായ ദൈവം എന്ന് തീരുമാനിക്കാനായി ഒരു യാഗം നടത്തി. അപ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ ദേവതകളുടെ മഹത്വത്തെപ്പറ്റി സംവാദം തുടങ്ങി. അവസാനം വിഷ്ണുവാണ് പരമദൈവം എന്ന് നിർണയിക്കപ്പെട്ടു. എന്നാൽ മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു ദിവസം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും തമ്മിൽ ഋഷിമാർക്ക് വേണ്ടി നടത്തിയ യാഗത്തിൽ ഉണ്ടായ വിഷയത്തിൽ കലഹമുണ്ടായി. വിഷ്ണു പരമദൈവമാണെന്ന് പറയപ്പെട്ടപ്പോൾ ലക്ഷ്മി അസ്വസ്ഥനായി. ആ ക്രോധത്തിൽ അവൾ വൈകുണ്ഠം വിട്ട് ഭൂലോകത്തേക്ക് ഇറങ്ങി കോലാപുരി മഹാലക്ഷ്മിയായി സ്ഥിതി ചെയ്തു. ലക്ഷ്മി പോയതിൽ വിഷ്ണു ഏറെ വിഷമിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരികെ നേടാനായി വിഷ്ണു ഭൂലോകത്തേക്ക് വന്നു. അദ്ദേഹം തിരുമല മലയിൽ വന്ന് താമസിച്ചു. അവിടെ അദ്ദേഹം ശ്രീനിവാസൻ എന്ന പേരിൽ മനുഷ്യാവതാരം സ്വീകരിച്ചു. ഇനി ശ്രീനിവാസൻ മലകളിൽ താമസിക്കുമ്പോൾ വാകുലമാത എന്ന മാതൃസ്വരൂപിണി അവനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. അവൾ ശ്രീകൃഷ്ണന്റെ അമ്മയായ യശോദയുടെ അവതാരമാണെന്ന് പറയുന്നു. ഒരു ദിവസം ശ്രീനിവാസൻ വനത്തിലൂടെ വേട്ടയാടുന്നതിനിടയിൽ അക്ഷരാജ രാജാവിൻ്റെ പുത്രിയായ പത്മാവതിയെ കണ്ടു. അവൾ മഹാദേവിയുടെ അവതാരമായിരുന്നു. ഇരുവരും പരസ്പരം പ്രണയത്തിലായി. ശ്രീനിവാസൻ പത്മാവതിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അക്ഷരാജന്റെ സമ്മതം നേടേണ്ടി വന്നു. രാജാവ് മഹത്തായ വിവാഹം നടത്താൻ സമ്മതിച്ചു. വിവാഹം വളരെ ഭംഗിയായി രാജകീയമായി നടത്തേണ്ടതായിരുന്നുവല്ലോ. അതിനായി വലിയ ധനം ആവശ്യമുണ്ടായി. അപ്പോൾ ധനാധിപനായ കുബേരനോട് ശ്രീനിവാസൻ കടം വാങ്ങി. ഇന്നും തിരുമല ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ ഭക്തർ നൽകുന്ന കനികൾ, ദാനം, പണം എല്ലാം കുബേരനോട് എടുത്ത ആ കടം തീർക്കാനാണെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് മഹാലക്ഷ്മി ഭൂലോകത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ വിഷ്ണു പത്മാവതിയെ വിവാഹം ചെയ്തതായി കണ്ടപ്പോൾ അവൾ അസ്വസ്ഥയായി. ഭക്തരുടെ മുന്നിൽ ലക്ഷ്മിയും പത്മാവതിയും ശ്രീനിവാസനോടൊപ്പം
എന്നതാണ് ഇന്നത്തെ തിരുമല ക്ഷേത്രത്തിലെ ദർശന രീതിയുടെ അടിസ്ഥാനം. കാലക്രമേണ ശ്രീനിവാസൻ വെങ്കിടേശ്വരൻ ആയി ആരാധിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഭക്തജന സാന്നിധ്യം ഏറെയുമുള്ള ക്ഷേത്രമായി തിരുമല തിരുപ്പതി ക്ഷേത്രം നിലകൊള്ളുന്നു. The story behind how Venkateshwara Swami came to Tirumala. This is a story that everyone should know, but very few do. Watch till the end because there is a twist. It all began in Vaikunta. Sage Brigu was testing the three supreme gods, Brahma, Shiva and Vishnu. When he reached God Vishnu, he kicked him on the chest. That chest was a sacred seat of Goddess Lakshmi. God Vishnu stayed silent, but Goddess Lakshmi was hurt. She left Vaikunta without a word. Heartbroken, God Vishnu came down to earth. He took the form of Srinivasa and started meditating in the Seshachalam hills. The gods were worried. If God Vishnu left the world, who would protect it? So God Brahma became a cow, God Shiva became a calf. They secretly fed God Vishnu with divine milk without the Chola king's knowledge. One day, the cowherd saw them giving milk at the anthill. He struck the cow, but the blow hit Srinivasa. Divine blood flowed. The gods revealed who he was. The king, though unaware, was held responsible. Srinivasa cursed the king to be born as a human. That king was later born as Akasha Raja, and his daughter was Padmavati Amma, the earthly form of Goddess Lakshmi. Srinivasa met her, they fell in love. Their wedding was blessed by the gods. After the marriage, Srinivasa did not return to Vaikunta. He stayed on earth as Venkateshwara Swami, the protector of devotees in Kali Yuga, and his home became Tirumala. But to make that wedding happen, he took a loan, the biggest loan in the history of the universe. കുറച്ച് മേളിലോട്ട് കയറിയപ്പോൾ തന്നെ മഴയൊക്കെ നിന്നു, ക്ലൈമറ്റൊക്കെ ഒത്തിരി നല്ലതായി. അതാണ് ഈ കാണുന്നത് കേട്ടോ, മഴയൊക്കെ നിന്ന ആ ഒരു, പിന്നെ ആ ലാൻഡ്സ്കേപ്പും ഇതെല്ലാം കാണാൻ തന്നെ രസമാണ്. അതിനി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാവും. അവരത്രയും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റോ ഒരു കാര്യങ്ങളോ ആ റോഡിലും എങ്ങുമില്ല. പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുരങ്ങിനെ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് അവർ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്, ഡോണ്ട് ഫീഡ് ദം എന്ന് ഒക്കെ. എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണല്ലോ, അവരെ ഏത് റൂൾസ് ഉണ്ടാക്കിയാലും അതിന് എതിർക്കാനാണല്ലോ നമ്മളുടെ ആ ഒരു വ്യഗ്രത. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒത്തിരി മനുഷ്യർ അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല, വെറുതെ എന്നതിനല്ലേ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആൾക്കാർ പലവിധമാണല്ലോ, അപ്പം അത് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോകുന്ന ഇതിലുണ്ടല്ലോ ഒത്തിരി അവർ പബ്ലിക് ടോയ്ലറ്റ്സൊക്കെ വച്ചിട്ടുണ്ട്, പണിത് വച്ചിട്ടുണ്ട്. എല്ലാം തന്നെ അത്രയും നീറ്റാണെന്ന് തന്നെ പറയാം. ഇപ്പം വരുന്ന വഴിക്ക് നമ്മൾ ഒത്തിരി ഹോട്ടൽസിൽ കയറിയിരുന്നു വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതും അത്യാവശ്യം നല്ല ഹോട്ടൽസ് തന്നെയായിരുന്നു. ബട്ട് അവിടുത്തെയും വാഷ്റൂംസ് വളരെ മോശമായിരുന്നു. അപ്പം ഞാൻ പറയുകയുണ്ടായി, ആ ഹോട്ടൽസിനേക്കാളും എത്രയോ നല്ലതാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വാഷ്റൂം. അത്രയും നീറ്റായിട്ടാണ് അവർ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി വന്ന് പോകുന്ന ഇടമായിട്ട് പോലും അവർ ക്ലീനിങ്ങിന് അത്രയും മനുഷ്യരെ ഇവിടെ തന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അത്രയും മെയിൻറ്റെയിൻഡുമാണ്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഈ താഴ്ത്തുനിന്ന് തിരുപ്പതിയിൽ നിന്ന് തിരുമല വരെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒത്തിരി ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ നിന്നിട്ട് വേണമെങ്കിൽ ദർശനം ചെയ്തും പോവാം. അത് കൂടുതലും നടന്ന് കയറുന്നവരാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് പിന്നെ പോകുന്നവർക്ക് കയറാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ നിർത്തി സമയം ഉണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. എങ്ങനെ ക്യൂ ഇല്ലാതെ ദർശനം നടത്താം? അതിന് ഒത്തിരി വഴികളുണ്ട്. ആദ്യത്തേത്
സ്പെഷ്യൽ എൻട്രി ദർശൻ അല്ലെങ്കിൽ VIP ദർശൻ. അത് 300 രൂപയുടെ ടിക്കറ്റാണ്. TTD ഓൺലൈൻ സൈറ്റിൽ ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി VIP റെക്കമെൻഡേഷൻ, അതായത് MLAയുടെയോ MP യുടെയോ മിനിസ്റ്റർ, ഗവർണർ, ഹൈക്കോടതി ജഡ്ജി തുടങ്ങിയവരുടെ ഏതെങ്കിലും VIPമാരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടായാൽ നമുക്ക് നേരിട്ട് ദർശനം ലഭിക്കും. അത് ഒരു ലെറ്ററിൽ 6 പേർക്ക് വരെ കയറാൻ പറ്റും. ഇനി അടുത്തതായിട്ടുള്ളത് സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ദർശനമാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതാണ് സീനിയർ സിറ്റിസൺസ്. ഇനി 80% കഴിവ് കുറവ്, വീൽ ചെയർ ആശ്രയിക്കുന്നവർക്കും അവർക്കും കയറാൻ പറ്റും. അതിന് സ്പെഷ്യൽ ദർശൻ കൗണ്ടർ ഉണ്ട്. ക്യൂ ഇല്ലാതെ നേരിട്ട് ദർശനം ലഭിക്കും. ഇനി പേരൻസ് വിത്ത് ഇൻഫൻസ് ദർശൻ, 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടുള്ള മാതാപിതാക്കൾക്ക്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേർക്കും കയറാൻ കുട്ടിയോടൊപ്പം 5 വയസ്സിന് താഴെയായിരിക്കണം, പ്രവേശനം ലഭിക്കും. അവർക്ക് കയറാൻ പറ്റുന്ന, അതായത് ഈ ദർശനം എല്ലാം പോകുന്നത് സുബദം എന്ന് പറയുന്ന ആ കോംപ്ലക്സ് വഴിയിട്ടാണ്. അതൊരു മെയിൻ എൻട്രൻസ് ആണ്. നമുക്ക് അതുവഴി കയറാൻ പറ്റും, ക്യൂ ഇല്ലാതെ കയറാൻ പറ്റും. പിന്നുള്ളത് NRI ദർശനമാണ്, നോൺ റെസിഡൻറ്റ് ഇന്ത്യന് വേണ്ടിയിട്ട്. വിദേശത്ത് നിന്നുള്ള ഭക്തർക്കായി സുബദം, അവിടെ അതും സുബദം വഴി. ഏത് ദർശനത്തിനാണെങ്കിലും ഈ VIP, അതായത് നോർമൽ ടിക്കറ്റ് അല്ലാതെ ഡയറക്റ്റ് കയറാൻ പറ്റുന്ന എല്ലാ ഇതും സുബദം വഴി തന്നെയാണ് കയറുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഡോണർ പ്രിവിലേജ് ആണ്. TTDയിലേക്ക് വലിയ സംഭാവന, അതായത് ഡൊണേഷൻ നൽകുന്നവർക്കും ഇതുപോലെ കയറാൻ പറ്റും. പിന്നുള്ളത് സേവ എടുക്കുക, ടിക്കറ്റ്സ്. അത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് എടുക്കാം. അതായത് സേവ ടിക്കറ്റ്സ്, ചില പ്രത്യേക സേവകൾ, അർജിത സേവ എന്നാണ് പറയുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ആ ദിവസം ക്യൂ ഒഴിവാക്കി നേരിട്ട് ദർശനം അനുവദിക്കും. ഉദാഹരണത്തിന് സുദർശന ഹോമം, പിന്നെ കല്യാണോത്സവം, ഊഞ്ഞാൽ സേവ, അങ്ങനെ ഒത്തിരി സേവകൾ അവർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഒക്കെ എടുക്കാൻ പറ്റും. ഇനി എല്ലാ സ്പെഷ്യൽ ദർശനങ്ങൾക്കും TTD ഓൺലൈൻ പോർട്ടൽ, അതായത് തിരുപ്പതി ബാലാജി ആപ്പ് gov.in എന്ന സൈറ്റ് വഴി നമുക്ക് കയറി ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി സുബദം എൻട്രി എന്ന് പറയുന്നത് ക്യൂ ഇല്ലാതെ പോകാനുള്ള മാർഗമാണ്. അതാണ് സുബദം. അതായത് നമ്മുടെ ഈ ഫ്രീ എൻട്രി ഉണ്ട്, നടന്നു കയറുന്നവർക്കും എല്ലാം അങ്ങനെ. പിന്നെ 300 രൂപയുടെ ക്യൂ, ഇതെല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്യൂ ഇല്ലാതെ നേരിട്ട് കയറണം. ഇനി സെലിബ്രിറ്റീസ് ആവും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിമാർ, അങ്ങനെ ഓരോ VIPs, ആ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അതുവഴി നമുക്ക് കയറാൻ പറ്റും. ആ കയറുന്ന എൻട്രി ആണ് പറഞ്ഞത്. സുബദം എന്ന് പറയുന്ന സ്ഥലത്തൂടിയാണ് അത് കയറുന്നത്. ഇനി സുബദം വഴി കയറാനുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വേണം? ആധാർ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ടോ, ഇല്ലെങ്കിൽ വാലിഡ് ID പ്രൂഫ് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഹാർഡ് കോപ്പി വേണം. ഇനി കുഞ്ഞുമായിട്ട് കയറുന്നവർക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അതും കയ്യിൽ കരുതണം. NRIs ആണെങ്കിൽ പാസ്പോർട്ട് വേണം. ബാക്കി ഫിസിക്കലി ചലഞ്ച്ഡ് ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും വേണം. ഇനി അവിടുത്തെ ടൈമിംഗ് ഉണ്ട്. രാവിലെ 10 തൊട്ട് 1 മണി വരെയും വൈകുന്നേരം 2 മണി മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ സമയം വരുന്നത്. ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് അവരെ കയറ്റിവിടത്തുള്ളൂ. ഇനി അവിടെ സുബദം ഗേറ്റിൽ നേരിട്ട് പോവുക, കൗണ്ടറിൽ നിങ്ങളുടെ ID പ്രൂഫ് കാണിക്കുക, സ്പോട്ടിൽ തന്നെ സുബദം ദർശനം ടിക്കറ്റ് വാങ്ങാൻ പറ്റും. ഇനി സ്റ്റാഫ് നിങ്ങളെ നേരിട്ട് മെയിൻ ടെമ്പിൾ എൻട്രിയിലേക്ക് ഇൻസൈഡ് പ്രവേശിപ്പിക്കും. ക്യൂ കോംപ്ലക്സിൽ പോകേണ്ടതില്ല. ക്യൂ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ദർശനം കിട്ടും.
ഇനി ആൾക്കാർ ഒത്തിരി ഉണ്ട്, ഒത്തിരി വിശേഷ ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെയും കുറച്ച് നേരമൊക്കെ എടുക്കും. എങ്കിലും ഒത്തിരി സമയമില്ലാതെ ആ ക്യൂ നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് കണ്ടിറങ്ങാൻ പറ്റും. പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും കൂടുതൽ കഥകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതൊക്കെ കഥകളാണ് ഉള്ളത് അതൊന്ന് സെർച്ച് ചെയ്താലോ, ഇനി ഗൂഗിളിനോടൊന്നും ചോദിച്ചാലോ എന്ന് വച്ചിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് ഐതിഹ്യങ്ങളും കൂടെ കിട്ടി. അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. ആനന്ദനിലയം, കലിയുഗ വൈകുണ്ഠം, സപ്തഗിരി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രം വൈഷ്ണവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. പരമാത്മ മഹാവിഷ്ണുവിനെ വെങ്കിടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മി ഭൂമിദേവി സമേതനായി ഇവിടെ ആരാധിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിക്ക് മഹാവിഷ്ണുവിന് തുല്യമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ഭഗവതി പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു. തമിഴ് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിലൊന്നാണിത്. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ 7 കുന്നുകളിൽ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ക്ഷേത്രം സപ്തഗിരി എന്ന് അറിയപ്പെടുന്നു. പുഷ്കരണി എന്നറിയപ്പെടുന്ന വലിയൊരു കുളത്തിൻ്റെ കരയിലാണ് ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠയായ വെങ്കിടേശ്വരൻ, ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ, സപ്തഗിരീശൻ, ആദിനാരായണൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നറിയപ്പെടുന്ന ഭഗവാൻ കൂടിയാണ് വെങ്കിടേശ്വരൻ. വെങ്കിടേശ്വരനോടൊപ്പം ശ്രീലകത്ത് ശ്രീകൃഷ്ണൻ, രുക്മിണി, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. നരസിംഹമൂർത്തി, ഹനുമാൻ, കുബേരൻ, ഗരുഡൻ, വരദരാജൻ, ശേഷനാഗം തുടങ്ങിയ ഉപദേവന്മാരെയും ഇവിടെ കാണാം. തലമുണ്ടനം ചെയ്യുക, പണം കാണിക്ക അർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ധാരാളം ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദുരിതങ്ങളിൽ നിന്നും മോചനവും ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വിശേഷമായി കരുതുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രം കൂടിയാണിത്. വിവിധ രൂപങ്ങളിൽ വരുമാനം ഇവിടെ എത്തുന്നുണ്ട്. നിത്യേന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ക്ഷേത്രത്തിൽ വിശേഷാവസരങ്ങളിൽ എണ്ണം ഇതിലും കൂടും. ശ്രീ വെങ്കിടേശ്വര ബ്രഹ്മോത്സവം, പത്മാവതി തിരുക്കല്യാണം, സ്വർഗവാതിൽ ഏകാദശി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ദീപാവലി എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. പുരാണങ്ങളിൽ പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. വെങ്കിടേശ്വര ക്ഷേത്രം വരും മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായി കഥയുണ്ട്. വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി കുടികൊണ്ട ആ ക്ഷേത്രം ഇപ്പോഴുമുണ്ട്. പറയുന്നത് ആദ്യം നമ്മൾ താഴെ വന്നിട്ട് പത്മാവതി ദേവിയെ തൊഴുതിട്ട് വേണം മേളിൽ തിരുമലയിലോട്ട് പോകാനെന്നാണ്. അത് മേളിൽ തിരുമലയിൽ പോകുമ്പോൾ വരാഹമൂർത്തിയെ വേണം, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിഷ്ണുവിനെ കാണാനെന്നാണ്. അതാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. ഇനി ഐതിഹ്യമനുസരിച്ച് ഹിരണ്യാക്ഷനെ
നിഗ്രഹിച്ച ശേഷം വരാഹമൂർത്തി തൻ്റെ വാഹനമായ ഗരുഡനെ കൊണ്ട് തിരുമലയിൽ വരികയും തുടർന്ന് അവിടെ സ്വാമി പുഷ്കരണി എന്ന പേരുള്ള അതിവിശാലമായ കുളത്തിൻ്റെ പടിഞ്ഞാറേ കരയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുകയും ചെയ്തു. പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് വെങ്കിടേശ്വര ഭഗവാൻ തിരുമലയിൽ എത്തിയത്. അതിനു പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്. അതിങ്ങനെ: കലിയുഗ ആരംഭത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു എന്ന ഋഷിമാർ ത്രിമൂർത്തികളിൽ ഒരാളെ ആണ് അഗ്രപൂജയ്ക്ക് അർഹനാകേണ്ടതെന്ന കാര്യത്തിൽ നാരദ മഹർഷിയോട് സംശയം ചോദിച്ചു. ഇതറിയാനായി ദേവന്മാർ ഭൃഗു മഹർഷിയെ പറഞ്ഞുവിട്ടു. കാലിൽ ഒരു കണ്ണുണ്ടായിരുന്ന ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് പരമശിവനെയും പോയി കണ്ടെങ്കിലും ഇരുവരും അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല. തുടർന്ന് മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയ മഹർഷി കണ്ടത് താൻ വന്നതറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന ഭഗവാനെയാണ്. കോപിഷ്ഠനായ മഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിലെ കണ്ണ് തെറിച്ചുപോയി. അപ്പോഴും ഒന്നും മിണ്ടാതെ ഭഗവാൻ പിന്നീട് ഇതിൽ മാപ്പപേക്ഷിച്ചു. അങ്ങനെ ഭഗവാൻ ത്രിമൂർത്തികളിൽ ഉത്തമനാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഭൃഗു മഹർഷി ചവിട്ടിയ ഭാഗം ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗമായിരുന്നു. അവിടെയാണ് ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന ശ്രീവത്സമുള്ളത്. ഇതിൽ കോപിച്ച ശ്രീ ഭഗവതി ഉടനെ വൈകുണ്ഠം ഉപേക്ഷിച്ചു പോവുകയും കോലാപൂർ എന്ന സ്ഥലത്ത് ധ്യാനത്തിലിരിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ പ്രസിദ്ധമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ലക്ഷ്മി ദേവിയെ കാണാതെ ഭൂമിയിലെത്തിയ ആദിനാരായണൻ ശ്രീനിവാസൻ എന്ന പേരിൽ മാനവരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തി തപസ് തുടങ്ങി. ശ്രീനിവാസന്റെ സ്ഥിതി മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവനും ലക്ഷ്മി ദേവിയെ സമീപിച്ചു വിവരങ്ങൾ അറിയിച്ചു. തുടർന്ന് ബ്രഹ്മാവും ശിവനും പശുക്കളുടെ രൂപം ധരിച്ച് ശ്രീനിവാസന് സേവനം ചെയ്യാൻ തയ്യാറായി. അക്കാലത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു തിരുമല. അതിനാൽ മഹാലക്ഷ്മി ഒരു യുവതിയുടെ വേഷത്തിലെത്തി ചോള രാജാവിന് ഈ പശുക്കളെ ദാനം ചെയ്തു. ഇവയിലെ വലിയ പശു നിത്യവും ശ്രീനിവാസന് പാൽ കൊടുക്കുമായിരുന്നു. ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ അബദ്ധവശാൽ മർദ്ദനത്തിൽ മുറിവ് പറ്റിയത് ശ്രീനിവാസനായിരുന്നു. കുപിതനായ ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനെയും അസുരന്മാരായി പോവട്ടെ എന്ന് ശപിച്ചു. ദാസന്മാരുടെ പങ്ക് രാജാവും ഏൽക്കും എന്ന വിശ്വാസമാണത്രേ ഇതിനു പിന്നിൽ. തുടർന്ന് ശ്രീനിവാസൻ വളർത്തമ്മയായ വകുളാദേവിയുടെ അടുത്തുപോയി താമസിച്ചു വന്നു. ഇതിനിടയിൽ ശാപവിമുക്തനായ ചോള രാജാവ് ആകാശരാജാവായി പിറവിയെടുത്തു. അദ്ദേഹത്തിന് പത്മാവതി എന്ന പേരിൽ ഒരു പുത്രിയുണ്ടായി. വിഷ്ണുപദ പ്രാപ്തിക്കായി തപസ് ചെയ്ത ലക്ഷ്മിയുടെ തന്നെ അംശമായ വേദവതിയുടെ പുനർജന്മമായിരുന്നു പത്മാവതി. തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരണിയിലായിരുന്നു പത്മാവതിയുടെ ജനനം എന്നും അതാണ് പേരിനു പിന്നിൽ എന്നും പറയപ്പെടുന്നു. ശ്രീനിവാസനുമായി രാജകുമാരി പത്മാവതിയുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണെന്നും നാരദ മഹർഷി ആകാശരാജനെ അറിയിക്കുന്നു. ശ്രീനിവാസനും പത്മാവതിയും തമ്മിൽ വിവാഹിതരായി. നാരായണവാരം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നാണത്രേ വിവാഹം. എന്നാൽ വിവാഹ ചിലവുകൾക്ക് ആവശ്യമായ പണം ദരിദ്രനായ ശ്രീനിവാസന്റെ പക്കലില്ലായിരുന്നു. ഒടുവിൽ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും ഉപദേശപ്രകാരം വിവാഹ ചെലവുകൾക്ക് ആവശ്യമായ ധനം ശ്രീനിവാസൻ ധനത്തിൻ്റെ അധിപതിയും
ലക്ഷ്മി ദേവിയുടെ കാര്യസ്ഥനുമായ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു. അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായി മാറുന്നു. കടക്കാരനായ ശ്രീനിവാസൻ വാസുദേവനെ വിളിച്ചു സ്വർഗത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഭഗവാന്റെ അപേക്ഷ പ്രകാരം മഹാലക്ഷ്മി ഉടനെ ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ കടബാധ്യത വീട്ടാനായി പണം കാണിക്ക അർപ്പിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം പോലെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും കാര്യസിദ്ധിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു. ഭക്തരുടെ അഭീഷ്ടങ്ങളെ താൻ ഉടനെ സാധിപ്പിച്ചു കൊടുക്കുമെന്നും ഐശ്വര്യങ്ങൾ നൽകാമെന്നും ശ്രീ ഭഗവതി ഭഗവാനോട് പറയുന്നു. അപ്പോൾ നാരായണൻ വിശ്വരൂപം പ്രാപിക്കുകയും ആനന്ദ നിലയമെന്ന തിരുമല ക്ഷേത്രത്തിൽ പ്രവേശിച്ചു സ്വയം ശിലയായി മാറുകയും ചെയ്തു. സംഭവം കണ്ട എല്ലാവരോടും സകലരുടെയും ദുഃഖദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി വെങ്കിടാദ്രിയിൽ കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായി കുടികൊള്ളാൻ പോവുകയാണെന്ന് ബ്രഹ്മാവും പരമശിവനും പറയുകയുണ്ടായി. അപ്പോൾ ഇരുദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചു ചേർന്നു. മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തും കുടികൊണ്ടു. അങ്ങനെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ ദുഃഖഹരനായി കുടികൊള്ളുന്നു. മഹാലക്ഷ്മിയാകട്ടെ തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അഷ്ട ഐശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത് ഭഗവാനോടൊപ്പം നിലകൊള്ളുന്നു. ഇതൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇനി ആധുനിക ചരിത്രം എന്ന് പറഞ്ഞിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ക്ഷേത്രം ഗോൽക്കൊണ്ട സുൽത്താൻമാരുടെ കീഴിലായി. പിന്നീട് ഫ്രഞ്ചുകാരും അതിനുശേഷം കർണാട്ടിക് നവാബും ക്ഷേത്രഭരണം കൈയടക്കി. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രഭരണം ഏറ്റെടുത്തു. 1843 ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുപ്പതിയിലെ ഹാത്തിറാംജി മഠത്തിന് ക്ഷേത്രം സമ്മാനിച്ചു. ഇനി 1933 തിരുമല തിരുപ്പതി ദേവസ്ഥാനം രൂപം കൊള്ളും വരെ ഹാത്തിറാംജി മഠാധിപരായിരുന്നു ക്ഷേത്ര അധികാരി. ഇനി 1951 ക്ഷേത്രം ആന്ധ്ര സർക്കാരിൻ്റെ കീഴിൽ നേരിട്ട് കൊണ്ടുവന്നുവെങ്കിലും പിന്നീട് വീണ്ടും TTD ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ 36 ഹെയർപിൻ വളവുകളുള്ള ഘട്ട് റോഡ് കവർ ചെയ്ത് നമ്മളിപ്പോൾ തിരുമലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ആ എൻട്രൻസ് കവാടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കയറിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ മാപ്പ് ഇട്ടാൽ മതി. ഡയറക്റ്റ് എങ്ങോട്ടാണോ എൻട്രൻസ്, ഒന്നെങ്കിൽ ടെമ്പിൾ എൻട്രൻസിലോട്ട് നമുക്ക് പോകാം, ഇല്ലെങ്കിൽ പാർക്കിംഗ് എവിടെ വേണമെങ്കിലും. ഇപ്പോൾ മ്യൂസിയം ഉണ്ട്. പിന്നെ തിരുമല വന്നിട്ട് അവിടെ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒത്തിരി ടെമ്പിൾസും ഹനുമാൻ്റെ അമ്പലം പിന്നെ പാപനാശിനി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ശിലാതോലം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇഫ് യു വോണ്ട് ഗോ എവ്രിവെയർ യു ക്യാൻ പുട്ട് യുവർ മാപ്പ്. പിന്നെ പാർക്കിംഗ് ഒത്തിരി സ്ഥലത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ പാർക്കിങ്സ് അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ വരുന്നത് അക്കോമഡേഷൻസ് ആണ്. ഒത്തിരി അക്കോമഡേഷൻസ് തിരുമലയിൽ തന്നെയുണ്ട്. അത് ദേവസ്ഥാനത്തിൻ്റെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഓരോ സ്റ്റേറ്റുകാരുടെയാണ്. കർണാടക സ്റ്റേറ്റ്, തമിഴ്നാട്, അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെയാണ് മേളിൽ വരുന്നത്. അതിനെന്തോ തുച്ഛമായ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ബുക്ക് ചെയ്യുന്നത് ഓരോ സൈറ്റ് വഴിയാണ്. ഒന്നെങ്കിൽ TTD സൈറ്റ് വഴി ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെ ഇതുണ്ട്. അതും കൃത്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. കർണാടക സ്റ്റേറ്റിൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് വന്നിട്ട് വിഷ്ണു നിവാസത്തിൻ്റെ അടുത്തങ്ങാണ്ടാണ്. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ബെറ്റർ അക്കോമഡേഷൻ യു ക്യാൻ സ്റ്റേ ഇൻ ദ തിരുപ്പതി.
പിന്നെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്, ലൈക്ക് ഒരു 20 പാക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ മേളിലത്തെ ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അക്കോമഡേഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ എന്തോ 50 രൂപ മുതലാണ് അവരുടെ റേറ്റ് വരുന്നത്, 50, 100 അങ്ങനെയൊക്കെ. അത് ഇറ്റ് ഗോസ് അപ്പ് ലൈക്ക് ടിൽ 5000 അങ്ങനെ വരെയുണ്ട് റൂംസ്. ബട്ട് ഇതൊക്കെ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുണ്ടല്ലോ അക്കോമഡേഷൻസ് ആണ് കൂടുതലും ഉള്ളത്. ടെമ്പിൾ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം മാത്രമല്ല, ഒരു മല മുഴുവനും അവരുടെ കീഴിലാണല്ലോ. അപ്പോൾ അവർ കൂടുതലും ലൈക്ക് അക്കോമഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന 2 വശത്തും ലെഫ്റ്റും റൈറ്റും കാണുന്ന ബിൽഡിങ്സ് മുഴുവനും അക്കോമഡേഷൻ്റെയാണ്. ആ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും, വണ്ടികൾ കിടക്കുന്നതും ആൾക്കാർ താമസിക്കുന്നതായിട്ടുള്ള. ബട്ട് അതൊരു ബേസിക് അമ്യൂണിറ്റീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ഇതെല്ലാം തന്നെ TTD ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ അത് നമുക്ക് ഓഫ്ലൈനായിട്ടും കൂപ്പൺസ് അവൈലബിൾ ആണ്, ലൈക്ക് ഓൺലൈനായിട്ടും എടുക്കാൻ പറ്റും. അതിൻ്റെ റേറ്റ് വരുന്നത് ഇറ്റ്സ് ലൈക്ക് ഫ്രം 50, 100 ടിൽ ലൈക്ക് 5K ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരിക. ബേസിക് റൂമൊക്കെ 100-ലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. 50 ഉണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു സൈറ്റിൽ. പിന്നെ ലൈക്ക് ഇപ്പോൾ സ്യൂട്ട് റൂംസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും 3000 എബവ് ലൈക്ക് 5000 അങ്ങനെയൊക്കെയാണ് റേറ്റ്സ് കണ്ടത്. പിന്നെ അങ്ങനെ ഇപ്പം ഒരു 20 പാക്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ദർ ഇസ് ആൻ ഓപ്ഷൻ ടു ടേക്ക് ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ ഹോട്ടൽ റൂം എടുത്താൽ അഫോർഡബിൾ അല്ല എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. പിന്നത്തെ കൂടുതലായിട്ട് എല്ലായിടത്തും അവർ ഒത്തിരി ബോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിനും അവർ ഒത്തിരി സ്ലോട്ട്സ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ടെമ്പിളിൻ്റെ ഒത്തിരി അടുത്ത് തന്നെ പാർക്കിങ്സ് ഒത്തിരി ഉണ്ട്. അതൊക്കെ തന്നെ ഒത്തിരി നല്ല വെച്ചാൽ ഡെയിലി ലാക്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ്. അപ്പോൾ ഒത്തിരി ഉണ്ട്. പിന്നെ വരുന്നത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പം ഇതിനകത്ത് തന്നെ ഒത്തിരി ബസ്സസൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ ബസ്സിൻ്റെ കാര്യമാണ് കേട്ടോ, ബാക്കി വാഹനങ്ങളല്ല. അവരുടെ ഗവൺമെൻറ് ബസ്സസ്, ആ ഒരു ട്രഡീഷണൽ ബസ്സൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒത്തിരി വട്ടം കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അതൊക്കെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പം ട്രിപ്പ് അടിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഒത്തിരി ടെമ്പിൾസും വാട്ടർഫോൾസ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഡാംസ് ഉണ്ട്, അവർ ഡാംസ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് ഇത്രയും വെള്ളവും കാര്യങ്ങളും ഒക്കെ. അതെല്ലാം ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ട്സും കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ അവർ ഷട്ടിൽ സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ആൾക്കാരില്ല, ക്രൗഡ് കുറവുള്ള ടൈമിൽ വരികയാണെങ്കിൽ യു ക്യാൻ എൻജോയ് ഓൾ ദീസ് തിങ്സ്. അല്ലെങ്കിൽ നിങ്ങൾ തൂങ്ങി പിടിച്ചിട്ട് ബസ്സിന് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് യുവർ പ്രൈവറ്റ് വെഹിക്കിൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ വരുന്നത് ഫുഡാണ്. ഫുഡും ടെമ്പിളിൻ്റെ വക ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഗ്രില്ലിട്ട ഇതൊക്കെ ഉണ്ടല്ലോ വഴി, അത് ആക്ച്വലി ക്യൂ കിടക്കുന്ന വഴിയാണ്. ആ ഫ്രീ ദർശൻ്റെ ക്യൂ കിടക്കുന്ന വഴിയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ ക്യൂവിൻ്റെ ഇതിൻ്റെ അകത്ത് ടെമ്പിൾ പ്രെമിസസ് ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആക്ച്വലി ടെമ്പിൾ റോഡാണ്. ഇതകത്തൂടെ ആ സുബതം ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് എൻട്രി വരുന്നത് സുബതത്തിൽ നിന്നാണ്. ആ സുബതത്തിൻ്റെ അവിടെയുള്ള റോഡാണ്. ഇപ്പം നമ്മൾ പോകുന്നത് പാർക്കിങ്ങിലോട്ടാണ്. ഇതാണ് ഏറ്റവും അടുത്തുള്ള പാർക്കിംഗ് ആക്ച്വലി. അപ്പോൾ ഒത്തിരി വട്ടം ആയപ്പോഴാണ് നമ്മളും അടുത്തുള്ള പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ചത്. ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കും അറിയത്തില്ല എവിടെ പാർക്ക് ചെയ്യണം, ചിലപ്പോൾ ദൂരത്തൊക്കെ ആയിരിക്കും. ഇതിപ്പം പലവട്ടം ആയപ്പോഴത്തേനും അടുത്തുള്ള പാർക്കിംഗ് ഒക്കെ മനസ്സിലായി. പിന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ആ ഡൊണേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതുമൊക്കെ ഇപ്പം നേരത്തെ ബുക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ ഇപ്പം ആ എമൗണ്ട് കൊണ്ട് ഡൊണേഷൻ റെസിപ്റ്റ് എടുത്തിട്ട് ഇപ്പം ഈ ഇന്നോവ പോകുന്ന വഴിയുണ്ടല്ലോ, അതുവഴിയാണ് ആ കയറുന്നത്. അതിനുള്ള റൂട്ടായിരുന്നു.
അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് പോവുകയാണെങ്കിലും കാണാൻ പറ്റും. പിന്നെ വരുന്നത് ലൈക്ക് ആ ഫ്രീ ദർശനം ഉണ്ടല്ലോ, അതും നേരത്തെ ടിക്കറ്റ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ പോവാം. ബട്ട് ഇപ്പോൾ റഷ് അനുസരിച്ച് അതിപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുത്തെന്ന് വരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂർ ക്യൂ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഓരോ ദിവസം കഴിയുന്നതോറും അവിടുത്തെ ക്യൂ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് അറിയുന്നില്ല. പിന്നെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലൈക്ക് വീക്ക് ഡേയ്സിൽ ട്യൂസ്ഡേ ടു ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെയാണ് കുറച്ചെങ്കിലും ക്രൗഡ് ഒന്ന് കുറഞ്ഞിരിക്കുന്നതെന്നാണ് പൊതുവെ പറഞ്ഞ് അറിയപ്പെടുന്നത്. അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും അവിടെ നല്ല ക്രൗഡാണ്. അപ്പം ആ ക്രൗഡ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം അവിടെ പോകാനായിട്ട്. പിന്നെ അത്രയും ക്ഷമയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഫ്രീ ടിക്കറ്റ്, ഐ മീൻ ഫ്രീ ക്യൂ ടിക്കറ്റ് എടുക്കാതെ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ വന്നിട്ട് ലൈക്ക് ഒരു ടൗൺഷിപ്പ് പോലെയുണ്ട് അവിടെ. ഗവൺമെൻറ്റിൻ്റെ കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ലൈക്ക് ഐറ്റംസ്, ഹാൻഡ്ലൂംസ് ഉണ്ട്, അല്ലാതെ ഐറ്റംസ് ഉണ്ട്. എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ലൈക്ക് ആ ഒരു ടൗൺഷിപ്പിൽ വച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ഗോ ആൻഡ് പർച്ചേസ് എവറിത്തിങ്. പിന്നെ ലൈക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ ഒരു ഇതും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലൈക്ക് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ടെമ്പിൾ മാത്രമല്ല ബാക്കി ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ ചെല്ലുവാണെങ്കിൽ യു വോണ്ട് ടു ഗോ ഫോർ ദാറ്റ് ഡ്രസ്സസ് ആൻഡ് ഓൾ എവറിത്തിങ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ. ഇത് നേരെ ഇറങ്ങുവാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. ആക്ച്വലി ഇവിടുന്ന് ഇറങ്ങുന്നത് നേരെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. നേരെ പാർക്ക് ചെയ്യുക, എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറുക. ഇതാണ് ഏറ്റവും അടുത്ത് വരുന്ന പാർക്കിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിന്നേ ഉള്ളൂ. അപ്പോൾ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഇത് ഭാവിയിൽ ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ അറിയില്ലല്ലോ മറ്റുള്ളവർക്ക് എന്തൊക്കെയാണ് ഡൗട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ ഓർ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഐ വിൽ റിപ്ലൈ ഫ്രം ദർ. ഓക്കെ, സോ ബൈ, താങ്ക് യു.